നമ്മളെടുക്കാം. ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ആക്ച്വലി നീഡ് ഹെൽപ്പ്. പണി പാളിയെന്നാ തോന്നുന്നത്. ഈ പകുതി തലയ്ക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെയാ ഫുൾ മീശ വെടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് അറിയുന്നില്ലേ? എന്ത് എനിക്കൊരു പറഞ്ഞ പോലെ ഹെറിഡിറ്ററി. അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. മടി ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയണമെന്നുണ്ട്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ആക്റ്റീവായിട്ടിരിക്കണ്ടേ? 2026 ഇൻസ്റ്റയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വൈറലായൊരു സംഭവമായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക്ക്. ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു 12 ഗ്രേപ്പ് മാനിഫെസ്റ്റേഷൻ. ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. 12 മണിക്ക് എവിടെ എൻ്റെ ടേബിൾ, യെസ്, ആ ടേബിളിൻ്റെ അടിയിൽ ഒരു 12 ഗ്രേപ്പ് എടുത്തിട്ട്, എന്തോ ഒരു വൈറ്റ് കളറ്, 12 ഗ്രേപ്പ് എടുത്തിട്ട് ടേബിളിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന് 12 വിഷസൊക്കെ ഇങ്ങനെ ചെയ്ത്. അതിലാദ്യത്തെ എന്തായിരുന്നു അറിയണോ? യൂട്യൂബ് ചാനൽ ഒന്ന് അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഒന്ന് ആക്റ്റീവായി എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ, അതുതന്നെ പാളിപ്പോയി. ഇന്നിപ്പം ഒരു മാസം 25 ഡേയ്സ് കഴിഞ്ഞു. 1-ാം തീയതി മുതൽ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനൽ ആക്റ്റീവ് അല്ല, പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇന്ന് മുതൽ 2026 ജാനുവരി ഡേറ്റ് പോലും അറിയില്ല അപ്പോഴാ. 25 ടൈം ഈസ് 12 o'clock. മടി, എഡിറ്റ് ചെയ്യാനുള്ള മടി, വീഡിയോ എടുക്കാനുള്ള മടി, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ. പക്ഷെ അതൊന്നും ക്യാപ്ചർ ചെയ്യാനോ ഫിലിം ചെയ്യാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ലെറ്റ്സ് ഡു ഇറ്റ് എനിവേ. വെൽക്കം ബാക്ക് ടു മൈ. ഇനി ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണും എൻ്റെ യൂട്യൂബ് ചാനലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ യൂട്യൂബ് ചാനൽ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ജീവിത രീതി, അതൊക്കെ ഞാൻ ഇതാക്കുന്നതായിരിക്കും. ഞാനായിട്ട് വേണമെന്ന് വെച്ചിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല. അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ദ തിങ് ഈസ്, ഞാനിപ്പോൾ എന്തിനാന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് മനസ്സിലായി. ഈ എട്ടങ്ങേറ് പിടിച്ചൊരു മാർക്കുണ്ട്, അത് കണ്ണാടിയിലാണോ ഫോണിലാണോ മനസ്സിലാവണില്ല. വെയിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലോങ് ഹെയർ ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ 2 months ആയി ഞാൻ അത് ചെയ്ത് ഇങ്ങനെ മുടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റില്ല. കുറേ പേര് ചോദിച്ചു വിഗാണോ എന്ന് ചോദിച്ചു, കുറേ പേര് ചോദിച്ചു ലോങ് ഹെയർ ഒക്കെ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ്, ഐ എം എ മജീഷ്യൻ, ഐ ക്യാൻ ഡു എവറിത്തിങ് എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ബട്ട് അതൊന്നുമല്ല. ഇത് നമ്മുടെ ആഫ്രിക്കൻ ലേഡീസ്, അറിയാലോ, അവർക്ക് ഹെയർ ഭയങ്കര കുറവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും ലോങ് ഹെയർ ആയിരിക്കണം എന്ന്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ലോങ് ഹെയർ വേണമെന്നുള്ളത്. പക്ഷേ വളർച്ചക്കുറവാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്കിത്ര തന്നെ, ഷോൾഡറിൻ്റെ അത്ര തന്നെയാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഡൈവിങ്ങിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, എനിക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്നില്ല. എനിക്ക് എന്നെ നോക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് എങ്ങനെ അത് ഹെയർ ആഫ്റ്റർ ഡൈവ് എങ്ങനെ ടേക്ക് കെയർ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, വെട്ടി അങ്ങ് കളഞ്ഞു. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഷോർട്ട് ഹെയറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ചില സമയത്തുണ്ടല്ലോ, ചില ക്ലിപ്പൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും, എന്ത് കാണിച്ചാലേ, ഈ ഹെയർ ഇത് തിരഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. എൻ്റെ മണ്ടയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, കണ്ടോ? ഇങ്ങനത്തെ ക്ലിപ്പുകൾ എനിക്കിപ്പോൾ കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ യെസ്, ഐ ഹാവ് ടു റിമൂവ് ദിസ്. സോ ഇതാണ് എൻ്റെ ലോങ് ഹെയർ. ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് ചെയ്യും, പക്ഷേ എന്തായാലും ഇപ്പം എനിക്കിത് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഷോ യു. ലെറ്റ് മീ പുട്ട്. എൻ്റെ ഫേവറേറ്റ് വണ്ണാണിത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് ദിസ്, വാട്ട് എവർ യു വോണ്ട് യു ക്യാൻ. ഞാൻ എന്തായാലും ഇത് റിമൂവ് ചെയ്യാണ്. ഐ ഷോ യു എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ പെയിനൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ഡാൻഡ്രഫ് ഇഷ്യൂസോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഹെയർ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്താൽ മതി. സോ നമുക്ക് എന്തായാലും ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ അഴിച്ചു തുടങ്ങാം. ഇറ്റ് വിൽ ടേക്ക് ടൈം, ഐ നോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ഹെയർ ഇതുപോലെ എടുക്കുക, എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ പുറകിലേക്ക് വയ്ക്കുക.
എന്നിട്ട് ഇപ്പോൾ അയ്യോ ഇതാണ് ഇത് ഫസ്റ്റ് തന്നെ എടുത്ത എൻ്റെ മുഖം അത്ര ഫ്ലോപ്പായിരിക്കും. ഐ ആം സോ എക്സൈറ്റഡ്. ലൈക്ക് എൻ്റെ ഒറിജിനൽ ഹെയർ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ നമ്മളെടുക്കുക. ഇനി ഞാൻ നിങ്ങളോടൊരു സത്യം പറയട്ടെ, ഇതൊക്കെ കുറേ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതുല്യ മടി മാറ്റണം, വീഡിയോ എടുക്കണമെന്ന്. ഞാൻ ഇത്രയും സംഭവങ്ങൾ എൻ്റെ തലേന്ന് അഴിച്ചായിരുന്നു, എന്നിട്ടാണ് ബാക്കിയുള്ളത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഹെയർ വരുന്നത്, കണ്ടോ. ഈ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യും, ഹെയർ എടുത്തിട്ട് ഇതുപോലെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെയർ ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. പതിയെ ഇത് എൻ്റെ ഹെയർ ഉണ്ടല്ലോ പൊട്ടാതെ ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് 2 കൈ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ഒരു കൈ തന്നെ മതി. ഇതുപോലെ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ കൈ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൺ യൂസ് ചെയ്യാം. കണ്ട ഇവിടെ ആരുടെ ഫോണ്. അപ്പോൾ ഇതിങ്ങനെ പിടിക്കാം നമുക്കിതിങ്ങനെ. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക്. ഞാനുണ്ടല്ലോ താഴത്തേക്ക് ഇരുന്നു, ഇത് സമയമെടുക്കും ആക്ച്വലി. ഐ നീഡ് എ ഹെൽപ്പ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പതുക്കെ ഓരോ ഹെയർ ആയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, പൊട്ടാതെ, എൻ്റെ ഹെയർ പൊട്ടിപ്പോവാതെ ഞാൻ എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ വേറൊരു വഴിയും കൂടി ഉണ്ട്, ആ വഴി ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. വൈ, ബിക്കോസ് നമുക്കുണ്ടല്ലോ ഈ ഹെയർ റിമൂവ് ചെയ്തിട്ട് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നോർമൽ എൻ്റെ ഹെയർ പോകുന്ന പോലെ തന്നെ പോയിട്ടുള്ളൂ, നമ്മൾ കുളിക്കുമ്പോൾ പോകുന്ന പോലെ തന്നെ. കണ്ടോ, ഇതെനിക്കപ്പോൾ നീറ്റായിട്ട് കിട്ടി, അവർക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. ഇത് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇച്ചിരി സമയം എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ, വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ലേ, നോ ഇഷ്യൂസ്. അതിൻ്റെ ഇടയിലൂടെ ഒരു വെള്ള ഒരു ഗ്രേ ഹെയർ വന്നിരിക്കുന്നുണ്ട്, പാരമ്പര്യമാണ്. എന്ത് എനിക്കൊരു പറഞ്ഞ പോലെ ഹെറിഡിറ്ററി. ഞാനുണ്ടല്ലോ, ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ആഫ്രിക്ക വരുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊന്നും നോക്കില്ല, അപ്പോൾ എൻ്റെ ഇതിലിങ്ങനെ വന്നിരുന്നു. പക്ഷെ അന്ന് ഞാൻ അതിന് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുമെന്ന് എനിക്കറിയാൻ പാടില്ല. അന്ന് ഞാൻ ഈ ഒരു സംഭവങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ലോങ് ഹെയർ വെക്കുക എന്നുള്ളതൊക്കെ. അതിനെനിക്ക് ഇൻസ്പിറേഷൻ ഒരു ലേഡി ഉണ്ട്, ഐ ഷോ യു. ആളാട്ടോ എൻ്റെ ഇങ്ങനൊരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചത്. യെസ്, ഒന്നും കൂടെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇത് സമയമെടുക്കുന്ന പരിപാടിയാണ്, സമയമെടുക്കും. എനിക്കാണെങ്കിൽ നാളെ വർക്കും ഉണ്ടല്ലോ ഭർത്താവ്. ഇനി ഇതിപ്പോൾ എങ്ങാനും നാളെ തീർന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു നോട്ട് ഇടും അവർ, കണ്ടുപോകും. ആ നോട്ട് പതുക്കെ ഇങ്ങനെ റിലീസ് ചെയ്യാം. മുടിയൊന്നും കുടുങ്ങി. പേടിക്കുന്നുണ്ട്, എൻ്റെ ഒറിജിനൽ ഹെയർ ഒന്നുമല്ല, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അങ്ങ് എടുത്തത്. പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ആര് പേടിക്കാൻ? ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് പേടിക്കണ്ടെന്ന്. സംടൈംസ് എനിക്ക് തോന്നുന്നു എൻ്റെ മുടിയാണോ പോയത്, അങ്ങനെയാണെങ്കിൽ ബാക്കിയെല്ലാം അഴിക്കുമ്പോൾ എന്തോരം പോകുന്നൊക്കെ തോന്നും. ഇതെൻ്റെ അല്ല, ഇതിങ്ങനെ വേണ്ട, ഇത് എൻ്റെ ഹെയർ ഡാമേജ് ആക്കി പോകത്തേ ഉള്ളൂ. ഇങ്ങനെ അങ്ങനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടി ഉണ്ടാകുമോ? പക്ഷേ ഇങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തിക്നെസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും കല്യാണത്തിൻ്റെയൊക്കെ തലേ ദിവസം ഹെയർ ഇങ്ങനെ ഡ്രൈ ചെയ്ത് ഇടുമായിരുന്നു. ഒരു മോർണിംഗ് എണീറ്റിട്ട് അത് അഴിക്കുമ്പോൾ നല്ല വോളിയുള്ള പോലെ നമുക്ക് തോന്നും. അതൊക്കെ ഒരു കാലം. ഞാൻ എന്തായാലും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എൻ്റെ ഓരോ ഹെയറായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ, because I don't want to damage. It's okay. Yeah. പണി പാളിയെന്നാ തോന്നുന്നത്. ഇതിന് സമയമെടുക്കും. ഏതോ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, എന്ത് ഫുൾ മീശ വെടിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നില്ലേ. പണി എന്നല്ല, ആക്ച്വലി നീഡ് ഹെൽപ്പ്. ഈ പകുതി തലയ്ക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വർക്കിന് പോകുന്ന ആലോചിച്ചിരിക്കട്ടെ. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ ഞാൻ മൈക്ക് വെക്കാൻ മറന്നുപോയി.
സൂപ്പർ ടയേർഡാട്ടോ. എനിക്ക് ബാക്ക് പെയിൻ, കഴുത്ത് വേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. പക്ഷെ ഇതെനിക്ക് ഫിനിഷ് ചെയ്തേ പറ്റത്തുള്ളൂ, കാരണം ടുമോറോ ഐ ഹാവ് വർക്ക്. സോ ക്ഷമയുടെ ഒരു നെല്ലിപ്പലക ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു സമയമുണ്ടല്ലോ, അതാണിപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഡള്ളായി. പിന്നെ ഞാനുണ്ടല്ലോ ഈ ഒരു കോംബ് യൂസ് ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഇങ്ങനെ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇതാക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് കണ്ണ് വേദനിച്ചിട്ടും ഭയങ്കര വേദന. എനിക്ക് സത്യത്തിലൊരു ഹെൽപ്പ് വേണമായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ ഹെൽപ്പ് ചോദിക്കാൻ എനിക്ക് മടി, അതൊന്നും ഇഷ്ടമല്ല. പിന്നെ കുറേ നേരം എഴുന്നേറ്റ് നിന്ന് നോക്കി, ഇരുന്ന് അഴിക്കൽ തുടങ്ങി. ഈ ഒരു ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, ഇങ്ങനെ ആ ഒരു കേർലി ഹെയർ. പിന്നെ പുറം വേദനിച്ച് ഞാൻ ചാരിയിരുന്നു എൻ്റെ കട്ടിലിൽ. അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ മൈക്ക് വെച്ചിട്ടില്ല എന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റിട്ട് അതിനിടയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ഉറങ്ങാം, ഇനി ഒന്ന് ഉറങ്ങിയിട്ട് മതിയെന്ന്. അപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമായിരുന്നു. ഉറങ്ങിയില്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് എൻ്റെ കോലം നോക്ക്. ഐ എം സോ മാഡ്. ഓ മൈ ഗോഡ്. എൻ്റെ ഹെയറൊക്കെ ഭയങ്കര, എനിക്ക് എന്നിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതിൽ എന്തായിരിക്കും അവസാനം ദേ ലാസ്റ്റ് ഒരു എനിക്ക് പിന്നെയും പറ്റുന്നില്ല. എന്നെയും ഞാൻ കിടന്ന് ഉറങ്ങി. എനിക്ക് ബാക്ക് പെയിനും ഈ നെക്ക് പെയിനും വരുന്നത് കാരണം കൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അങ്ങനെ ഫൈനലി പിന്നെയും ഞാൻ എഴുന്നേറ്റൊക്കെ പിന്നെയും വന്ന് ഒരു രണ്ട് ഹെയറും കൂടെ ആ ഒരു ബ്രൈഡും കൂടെയാണ് റിമൂവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഫൈനലി ആ ഒരു ഫൈനൽ ഘട്ടത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു ഗേയ്സ്. ഇതാണ് എൻ്റെ ഫൈനൽ രൂപം. സായിബാബനെ പോലെയില്ല, പക്ഷെ ഭയങ്കര രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കാണുമ്പോൾ. ഓക്കെ, പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ ഹെയറുള്ള ഒരുപാട് ലേഡീസ് ഉണ്ട്, അപ്പോൾ നമുക്കത് ഓക്കെ ആയിട്ട് തോന്നും. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ എല്ലാം റിമൂവ് ചെയ്ത് എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ ഒറിജിനൽ ഹെയറും എൻ്റെ എക്സ്റ്റൻഷൻ ഹെയറും വെച്ചിട്ട് കുറേയുള്ള കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഈ ഒരു മുടി ഞാൻ പഴയ രൂപത്തിൽ എങ്ങനെ ആക്കുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അത്രയല്ല, എനിക്കറിയാം, ഇച്ചിരി ഓയിലൊക്കെ ഇട്ടൊരു സ്പായൊക്കെ ചെയ്ത് ഒന്ന് ഷാമ്പൂ ചെയ്ത് നോർമൽ ഹെയറിലേക്ക് വരും എന്ന് എനിക്കറിയാം. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയായിട്ട് ഞാൻ എന്തിനാ അത് എടുത്ത് കാണിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അവിടെ എന്തൊക്കെയാണ് പറയുന്നുണ്ടെന്ന്, പക്ഷേ എനിക്ക് വോയിസ് കേൾക്കാത്ത കാരണം കൊണ്ട് എനിക്കറിയത്തില്ല. യെസ് 2 ടൈപ്സിലുണ്ടെന്ന് പറഞ്ഞില്ലേ. ഒന്ന് ഞാൻ ഇങ്ങനെയും ഈ ബ്രേഡ് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ റൈറ്റ് ഹാൻഡിലുള്ളത്. ലെഫ്റ്റ് ഹാൻഡിലുള്ളത് ഞാൻ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക തെറ്റിയപ്പോൾ ഇങ്ങനെയും എടുത്തു. ഞാൻ കുറേ ചിരിക്കുന്നു. ഇതൊന്നല്ല, എൻ്റെ ഈ കോലം കണ്ടിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് കുറേ ചിരിക്കുന്നുണ്ട്. പക്ഷെ ഫൈനലി ഈ ഒരു ഹെയറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യാസം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതെന്തിനങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തംബ്ലൈൻ എടുക്കാൻ എന്താണ് പറയുക, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോസൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ അഭ്യാസം കാണിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ആക്ച്വലി. യെസ്. പിന്നെ ഹാപ്പിനെസ്സും എല്ലാം കഴിഞ്ഞല്ലോ, നാളെ എനിക്ക് പോകാൻ പറ്റുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് കാണുന്നത്. നോക്കൂ, ആ ഒരു വെസ്റ്റേൺ ക്യാപ്സ് ഇങ്ങനെ ഓറഞ്ച് ഷെയ്ഡിലായിരുന്നു സൺസെറ്റ് സമയത്ത്. എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ ഈ ഹെയറിൽ ഇങ്ങനെ കുറച്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇത്ര ഹെയർ ഉണ്ടായിരുന്നില്ല ഇതിന് മുമ്പ്, പക്ഷെ ഇത് ചെയ്തപ്പോൾ എനിക്ക് ലെങ്ത്ത് വെച്ചതായിട്ട് ഭയങ്കരമായി തോന്നി. എന്തായാലും ഇതിൻ്റെ ഫൈനൽ Can you feel, move your body? It's